വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി മോദിയുടെ ബിരുദരേഖകൾ കാണിക്കണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷൻ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാലയാണ് ഹർജി നൽകിയത്. ധനസുബോധ് ചേരുന്നു. ധനസുബോധ് വിവരങ്ങൾ. ധന്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം അത് രഹസ്യമായി തന്നെ തുടരാൻ അനുവദിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 1978 ഡൽഹി സർവകലാശാലയിലെ ബിരുദ ബാച്ചിലെ ബിരുദ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ, റോൾ നമ്പർ, അവരുടെ വിജയശതമാനം, മാർക്ക് തുടങ്ങിയവ, പേര് എന്നിവ പരിശോധിക്കാൻ വിവരാവകാശ പ്രവർത്തകനെ അനുവദിക്കുന്നതായിരുന്നു 2016 വിവരാവകാശ കമ്മീഷണറുടെ വിധി ഉണ്ടായിരുന്നത്. ഈ വിധി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡൽഹി സർവകലാശാല നൽകിയ അപ്പീലിൽ അന്ന് തന്നെ ഡൽഹി സർവകലാശാല തടഞ്ഞിരുന്നു. വിശദമായ വാദം നടത്തി കഴിഞ്ഞപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായത് തുഷാർ മേത്തയായിരുന്നു. സോളിസിറ്റർ ജനറൽ അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇത് വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്, അതൊരിക്കലും ഒരു പുറമേ നിന്നുള്ള ഒരാൾക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു. മാത്രമല്ല, കോടതിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, അത്തരം രേഖകൾ കോടതിയിൽ ഹാജരാക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് സച്ചിൻ ദത്ത ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല. ഈ വിവരാവകാശ കമ്മീഷണർക്ക് 1978 ബിരുദ ബാച്ചിലെ ബിരുദ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഒന്നും, അവരുടെ പേര് സഹിതം ഒരു വിവരവും നൽകേണ്ട എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ നിന്നും വന്നിരിക്കുന്നത്. ശരി, ധനസുബോധ്.